മോർണിംഗ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്തത് ചില ഫിനാൻഷ്യൽ ടേംസിനെ പറ്റിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഇൻകമാണുള്ളത്. ഒന്ന് ആക്റ്റീവ് ഇൻകമും രണ്ട് പാസീവ് ഇൻകമും. ആക്റ്റീവ് ഇൻകം എന്ന് പറയുമ്പം നമ്മൾ സ്ഥിരമായി ജോലിക്ക് പോകുന്നത് കൊണ്ട്, അല്ലാണ്ട് നമ്മളുടെ ഫിസിക്കൽ പ്രസൻസ് കൊണ്ട് നമ്മൾ ജോലിക്ക് പോകുന്നു, അതുകൊണ്ട് നമുക്ക് ശമ്പളം കിട്ടുന്നു. നമ്മൾ ജോലിക്ക് പോകുന്നില്ല, ലീവാണെന്നില്ല, ശമ്പളവും ഇല്ല. അപ്പോൾ അങ്ങനെ, അതായത് നമ്മൾ ജോലിക്ക് പോകുന്നത് കൊണ്ട് നമുക്ക് ശമ്പളം കിട്ടുന്നു. അതിനെയാണ് നമ്മൾ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. അവിടെ എപ്പോഴും ആക്റ്റീവ് ഇൻകത്തിൽ എന്തുണ്ട്? നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് അവിടെ എപ്പോഴും ആവശ്യമാണ്. പാസീവ് ഇൻകം എന്ന് പറയുമ്പം നമ്മൾ അവിടെ പോകണമെന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ കുറേ ബിൽഡിംഗ് ഉണ്ട്, അവിടെ നിന്ന് വാടക കിട്ടുന്നു. വാടക കിട്ടണം എന്നുള്ളത് കൊണ്ട് ഞാൻ ദിവസവും ആ ബിൽഡിങ്ങിൽ പോകണമെന്നില്ല, അല്ലേ? മാസമാകുമ്പം വാടകക്കാരൻ എന്ത് ചെയ്യും? നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലാതെയും നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഏതിലേക്ക് പോകണം എന്നാണ് പറയുന്നത്? ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മൾ അടുത്ത സെഷനിലൊക്കെ നമ്മൾ പറയും. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ ആകണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം? പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് പോകണമെന്നില്ല. പൈസ നമ്മൾ ഉറങ്ങുമ്പോഴും മണി ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്നു. ഈ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ലഭിക്കുകയുള്ളൂ? ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് തീർച്ചയായിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ പറയുന്ന രണ്ട് ടേംസ്, അസറ്റ്, ലാബിലിറ്റി, ആസ്തി, ബാധ്യത. നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഭാഷയിലൊക്കെ നമ്മളിത് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അസറ്റ് എന്താണ്, ലാബിലിറ്റി എന്താണ് എന്നുള്ളത്. ഇത് വളരെ മനോഹരമായി പറഞ്ഞത് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന റോബർട്ട് ടി കിയോസാക്കിയുടെ ബുക്കിൽ വളരെ ലളിതമായി അസറ്റ് എന്താണ്, ലാബിലിറ്റി എന്താണ് എന്ന് വളരെ മനോഹരമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് അസറ്റ് അല്ലെങ്കിൽ ആസ്തി എന്ന് പറയുന്നത് നമുക്ക് പണം കൊണ്ടുതരുന്ന എന്തിനേയും നമുക്ക് ആസ്തി എന്ന് വിളിക്കാം, അസറ്റ് എന്ന് വിളിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കൊരു ബിൽഡിംഗ് ഉണ്ട്. എനിക്ക് ആ ബിൽഡിങ്ങിൽ നിന്ന് വാടക കിട്ടുകയാണെങ്കിൽ, ആ ബിൽഡിംഗ് എനിക്ക് വാടക ജനറേറ്റ് ചെയ്ത് തരുന്നതാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ആ ബിൽഡിംഗ് എന്നുള്ളത് അസറ്റാണ്. അതായത് ഒരു അസറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് പണം ഉണ്ടാക്കി തരുന്ന എന്തിനേയും, പണം നമുക്ക് കൊണ്ടുതരുന്ന എന്തിനേയും നമുക്ക് അസറ്റ് എന്ന് വിളിക്കാം. ബാധ്യത എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് പണം കൊണ്ടുപോകുന്ന എന്തിനേയും നമുക്ക് ബാധ്യത, ലാബിലിറ്റി എന്ന് വിളിക്കാം. ഇപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ടെന്ന് കരുതും. എൻ്റെ സുഹൃത്തിന് ഒരുപാട് നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പൈസ ഉള്ളത് കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? ഒരു വീട് വാങ്ങുന്നു. ആ വീട് വാങ്ങി അവനതിന് വാടകയ്ക്ക് കൊടുക്കുന്നു. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതൊരു 8000 രൂപ വാടക കിട്ടുന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് ആ വീട് അസറ്റാണ്. ഇനി ഇതേ പോയിന്റ് ഓഫ് വ്യൂവിൽ അവൻ വീടെടുത്തു എന്നുള്ളൊരു കാരണത്താൽ എനിക്കൊരു വീടുണ്ട്. ഇനി അവനും വാടകക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ഞാനും എന്ത് ചെയ്യുന്നു? ലോൺ എടുത്തിട്ടൊരു വീടെടുക്കുന്നു. ആ ലോണ് ഇപ്പം പെർ മന്ത് ഒരു 20,000 രൂപ ഞാൻ EMI അടക്കുന്നുണ്ട്. പക്ഷേ അത് വാടക കൊടുക്കുമ്പോൾ എനിക്ക് 8000 രൂപയെ കിട്ടുന്നുള്ളൂ എങ്കിൽ ഞാനതിന് ചിലവാക്കുന്നുണ്ട് 20,000 രൂപ EMI എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് എത്ര മാത്രമേ കിട്ടുന്നുള്ളൂ? 8000 രൂപ എനിക്ക് വാടക കിട്ടുന്നുള്ളൂ എങ്കിൽ അത് അസറ്റല്ല, അത് ബാധ്യതയാണ്. കാരണം ഇപ്പം എനിക്ക് എന്താണ്? എൻ്റെ അടുക്കൽ നിന്ന് പൈസ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ബാധ്യത എന്ന് വിളിക്കാം. പക്ഷെ ഇതിൽ പലരും സംശയങ്ങൾ ഉന്നയിച്ചേക്കാം, വീട് എങ്ങനെയാണ് ബാധ്യതയാകുന്നതെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചിലപ്പോൾ ഞാനൊരു 20 ലക്ഷമൊക്കെ ലോൺ എടുത്തിട്ടാണ് ഈ വീട് എടുക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ സുഹൃത്ത് 20 ലക്ഷത്തിനാണ് ആ വീട് എടുത്തത്, ഞാനും സെയിം എക്സ്പെൻസ് 20 lakhs. പക്ഷേ അവൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, അവൻ്റെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് വീട് എടുക്കുന്നുണ്ടെങ്കിൽ അവൻ ആ അസറ്റിൽ എത്ര സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ? 20 ലക്ഷം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. പിന്നീട് അവന് ഇൻകം ജനറേറ്റ് ചെയ്യണം. എന്നെ സംബന്ധിച്ച് എന്താണ്? എൻ്റെ അടുക്ക് 20 ലക്ഷം ഇല്ല, ഞാൻ ലോൺ എടുത്തിട്ടാണ് 20 ലക്ഷത്തിൻ്റെ വീട് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ലോണും EMI ഒക്കെ കഴിയുമ്പോൾ ഏതാണ്ട് ഒരു 40 lakhs നമുക്കതിന് വേണ്ടി സ്പെൻഡ് ആയിട്ടുണ്ടാകും. ഇപ്പോൾ 20 ലക്ഷത്തിന് കിട്ടേണ്ട അസറ്റ് ഞാൻ എത്ര സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ റെഡിയാക്കുന്നത്? 40 ലക്ഷം സ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വീട് എന്താണ്? ബാധ്യതയായിട്ട് മാറും. അപ്പം അസറ്റും ലാബിലിറ്റിയും, അസറ്റ് എന്ന് പറയുന്നത് നമുക്ക് പണം കൊണ്ടുതരുന്ന എന്തിനേയും നമുക്ക് അസറ്റ് എന്ന് വിളിക്കാം. ബാധ്യത എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് പണം കൊണ്ടുപോകുന്ന എന്തിനേയും നമുക്ക് ബാധ്യത എന്ന് വിളിക്കാം. എനിക്ക് തോന്നുന്നു ഈ ടേംസുകൾ ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം, അസറ്റ് എന്താണ്, ബാധ്യത എന്താണ് എന്നുള്ളത് ക്ലിയർ ആയി
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ മൂന്നാമത്തെ ഭാഗം നമുക്ക് കാണാം. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.